ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുട്ടികളുള്ള എല്ലാവർക്കും പുറത്ത് പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അവർക്ക് എന്ത് കഴിക്കാനായിട്ട് കൊടുക്കും എന്നുള്ളത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഭക്ഷണം, അതായത് കുക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന കുറുക്കോ അല്ലെങ്കിൽ സിർലാക്കിൻ്റെ പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും തന്നെ ചൂടുവെള്ളം കിട്ടുമോ, അല്ലെങ്കിൽ അത് കുക്ക് ചെയ്യാനായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ കേടാവോ എന്നുള്ള ഒരു വറിയുള്ളത് മിക്ക കുട്ടികൾ അല്ലെങ്കിൽ ടോഡ്ലേഴ്സോ അല്ലെങ്കിൽ ഇൻഫൻസ് ഉള്ള മിക്ക പേരൻസിനും ഉള്ള ഒരു വറിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് ഗോയിങ് ടു ബി എ വെരി സിമ്പിൾ ഹോം മെയ്ഡ് സിർലാക്ക്. ഓക്കെ, അതപ്പോൾ അത് നമുക്ക് നമ്മുടെ ഫ്ലാസ്കിൽ ഇത്തിരി ചൂടുവെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ, അതും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്തിരി ചൂടുവെള്ളം കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എവിടെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് സിർലാക്ക്. അപ്പം നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കുന്ന, കാരണം അതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ഇല്ല, നമുക്ക് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിർലാക്കാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഐ സീ യു ഇൻ ദ കിച്ചൺ. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ദ കിച്ചൺ. നമ്മുടെ സിമ്പിൾ ഹോം മെയ്ഡ് സിർലാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 8 സാധനങ്ങൾ മതി, 8 ഇൻഗ്രീഡിയൻസ് മതി. ആൻഡ് നമ്മൾ നോർമലി ഡെയിലി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സാധനങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയാലും, നമുക്ക് ചേരുവകളൊന്നുമില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് മൈൻഡ് അറ്റ് ഈസ് എന്ന് പറയുമല്ലോ, അതേപോലെ നമുക്ക് പിള്ളേർക്ക് അത് കൊടുക്കാൻ പറ്റുന്ന സാധനം. ആൻഡ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് ഗെയിനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ സാധനങ്ങൾ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പണി. ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് ഇത് ഹാഫ് ആൻ അവറിനുള്ളിൽ ഇതിൻ്റെ എല്ലാ പ്രെപ്പ് വർക്കും കഴിയും, സാധനം ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ സാധനങ്ങൾ, അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് അവലാണ്, നമ്മുടെ വൈറ്റ് കളറിലെ അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അവൽ, ഇത് നമ്മുടെ മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, 250 ml ആണ് 1 കപ്പ് വരുന്നത്. അപ്പോൾ ആ മെഷറിംഗ് കപ്പിൻ്റെ കപ്പാണ് ഞാൻ അളവായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് അവൽ, പിന്നെ നമ്മുടെ ഓട്സ് 1 കപ്പ്. ഈ ഓട്സ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഹോൾ ഓട്സ് ആണ്. നിങ്ങൾക്ക് ഹോൾ ഓട്സ് വേണ്ടാന്നുണ്ടെങ്കിൽ മറ്റേ പൗഡേർഡ് ഓട്സ് ആയിട്ടുള്ളത് കിട്ടും, അതും എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് എന്തായാലും മിക്സിയിൽ അടിക്കാനുള്ളതാണ്. അപ്പോൾ ഓട്സ് 1 കപ്പ് വേണം. പിന്നെയാണ് ദീസ് ആർ കോൾഡ് ഫോക്സ് നട്ട്സ്, നമ്മുടെ നാട്ടിൽ മഖന എന്ന് പറയും, ലോട്ടസ് സീഡ്സ് ആണ്. ഇത് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് 2 കപ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് 2 കപ്സുമായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കടലപ്പരിപ്പ്, കുറച്ച് കാഷ്നട്ട്സ്, കുറച്ച് ആൽമണ്ട്സ്, കുറച്ച് കാഷ്നട്ട്സ്, കുറച്ച് വാൾനട്ട്സ് ആൻഡ് കുറച്ച് ആൽമണ്ട്സ്. നിങ്ങൾക്ക് പിസ്ത വേണമെങ്കിൽ പിസ്ത ആഡ് ചെയ്യാം. ഞാനിവിടെ പേഴ്സണലി ഞാൻ ആഡ് ചെയ്യുന്നില്ല പിസ്ത. പിന്നെ ആവശ്യമുള്ള സാധനമാണ് പനക്കൽക്കണ്ടം. പനക്കൽക്കണ്ടം ഇങ്ങനത്തെ പാക്കറ്റ്സിലാണ് ഇവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു പാക്കറ്റ് പോരാണ്ട് വരും. കാരണം പനക്കൽക്കണ്ടത്തിന് അത്രയും മധുരം ഇല്ല. അതുകൊണ്ട് ഞാനിവിടെ 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു പാക്ക് ഇങ്ങനത്തെ ഒരു പാക്കിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 2 പാക്കറ്റാണ് പനക്കൽക്കണ്ട എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പനക്കൽക്കണ്ട ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് ഉണക്കി പൊടിച്ചത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഈ സാധനങ്ങൾ ഓരോന്നായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്തത്. അത് ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വലിയൊരു പാത്രത്തിൽ ഇത് ചൂടാറാൻ വെക്കണം. കാരണം ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിൽ അടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം അവൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ ഒരു സാധാരണ ഫ്രൈങ് പാനിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരത്തേക്കൊന്ന് വേഗം കരിയാൻ പാടില്ല, ഡാർക്ക് ബ്രൗൺ ആവരുത്, ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാകം ആവുന്ന വരെയാണ് ഇത് റോസ്റ്റ് ചെയ്യേണ്ടത്. ഇത് കണ്ടത്
ഇത്രയും കണ്ട ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കൈ കൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ പൊടിക്കാൻ പറ്റണം. അത് അത്രയും ആവുന്ന വരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഞാനിനി ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് വെക്കും. ബാക്കിയുള്ളത് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ വരാം. അപ്പോൾ ഇത് ഇവിടെ ഞാൻ എല്ലാ സാധനങ്ങളും ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാനൊരു പ്ലേറ്റിൽ ഇത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ മാറ്റി വെച്ചിരുന്ന 2 പാക്കറ്റ് പനക്കൽക്കണ്ടവും കൂടിയും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇനി മിക്സിയിൽ അടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഈവൺ ആയിട്ടത് ഡിസ്പേഴ്സ്ഡ് ആവും. അത് നമുക്ക് മിക്സ് ചെയ്ത് പൊടിച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. ബട്ട് ഐ തോട്ട് ദിസ് വാസ് ഈസിയർ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 by 1 ട്രിപ്പായിട്ട് എൻ്റെ ജാറ് ചെറുതാണ്, അപ്പോൾ പല ട്രിപ്സായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് അടിച്ചിട്ട് വേറൊരു പാത്രത്തിൽ ഇതേ ഞാനത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അടിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പം എല്ലാം നമ്മൾ മിക്സിയിൽ അടിച്ചു, നമുക്ക് പൊടിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 6 months to a year വരെ ഇരിക്കും. ഇനി ഇത് വീട്ടിലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ചൂട് പാലൊഴിച്ചിട്ടുണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ ഷുഗറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി കൽക്കണ്ടം ചേർത്ത കാരണം ഇൻസ്റ്റൻ്റ് ആണ്. വെറുതെ പൊടി ഇടുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള ചൂടുവെള്ളമോ ചൂടുപാലോ ആഡ് ചെയ്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു പാത്രത്തിൻ്റെ 3/4 കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വിതിൻ എ മന്ത് കഴിയും പിന്നെ ഉണ്ടാക്കി. പക്ഷേ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനം ആയാലും നമുക്കത് അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് സിർലാക്ക്. ഇത് ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എൻജോയ് ചെയ്തു, ഇഷ്ടപ്പെട്ടു ആൻഡ് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ see you in another video. Take care and don't forget to comment, like, share and subscribe and happy cooking. Bye.